إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എളുപ്പം നൽകിയും പ്രയാസം നൽകിയും സുഖം നൽകിയും ദുഃഖം നൽകിയുമെല്ലാം അള്ളാഹു മനുഷ്യനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഇഹലോക ജീവിതം എന്നത് കേവലം പരീക്ഷണം മാത്രമാണ് എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും അതുൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകലമാന കർമ്മങ്ങളെയും സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ടെന്നും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും ആ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും മരണത്തിനു ശേഷം നമ്മുടെ ഖബറുകളിൽ നിന്ന് കുഴിമാടങ്ങളിൽ നിന്ന് ആ റബ്ബിങ്കലേക്ക് ഒറ്റക്കായി വിചാരണക്ക് വരേണ്ടി വരുമെന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട സകല കർമ്മങ്ങളും കഴിവിന്റെ പരമാവധി ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി അനുഷ്ഠിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു സങ്കടകരമായ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുന്നിടിച്ചതുകൊണ്ടും പാറ പൊട്ടിച്ചതുകൊണ്ടുമാണ് എന്ന് ചിലർ വാദിക്കുന്നു. എന്നാൽ അതല്ല, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്
കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്നത് കാരണം ഭൂമിക്ക് മഴ ഉൾക്കൊള്ളാനാകാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മറ്റു ചിലരും വാദിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ സൂറത്തു, ഇന്ന് സുബൈക്ക് നമ്മൾ ഓതിയ സൂറത്തു സജദയിൽ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ, പരലോകത്ത് വരാനിരിക്കുന്ന വലിയ ശിക്ഷയ്ക്ക് പുറമെ ദുനിയാവിൽ വെച്ച് ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ നാം ആസ്വദിപ്പിക്കും. എന്തിനാണത്? ലഅല്ലഹും യർജിഊൻ, ഒരുപക്ഷെ നിങ്ങൾ മടങ്ങിയേക്കാം. ചെയ്തു പോകുന്ന തെറ്റുകൾ നിർത്തിക്കൊണ്ട് നിലപാട് ശരിയാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ചില അവസരങ്ങൾ അള്ളാഹു ഭൂമിയിൽ ഒരുക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇതിന്റെ കാരണം എന്തുമാകട്ടെ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിന്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പൂർണ്ണമായി ഈ പ്രകൃതിയുടെ സകല പ്രതിഭാസങ്ങളും വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനില് ഒട്ടനവധി സ്ഥലങ്ങളില് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച്, മാറി മാറി വരുന്ന രാവിനെയും പകലിനെയും കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ ക്രമം തെറ്റാതെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗോളങ്ങളെല്ലാം ഇതെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളാണ് എന്ന് അതിനെപ്പറ്റി ആലോചിക്കാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടോ എന്താണ് സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്ന്, അങ്ങനെ കണ്ടെത്തുന്നതിൽ നിന്ന്, അങ്ങനെ ആശ്ചര്യപ്പെടുന്നതിൽ നിന്ന്, മൂക്കത്ത് വിരൽ വെക്കുന്നതിൽ നിന്ന്, മുഖത്ത് നമ്മൾ ആശ്ചര്യം വരുന്നതിൽ നമ്മൾ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മളോട് അല്ലാഹു കൃത്യമായി പഠിപ്പിക്കാണ്. എന്താണ്? സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഫഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ എന്നതാണ്. ഈ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്, ഒരു വിചാരണയുണ്ട്. അതിന്റെ പൂർണ്ണ അധികാരം മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അന്നേ ദിവസത്തെ അധികാരം നിനക്ക് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് ആ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്, അത് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അല്ലാഹു നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ഓരോ പ്രയാസങ്ങളും പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് ആ അല്ലാഹു എന്ന നമ്മുടെ സൃഷ്ടാവിനെയാണ്. ആ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന ബോധത്തെയാണ് സഹോദരങ്ങളെ. ഈ അല്ലാഹുവാണ് സകല അനുഗ്രഹങ്ങളും. വഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അവനാണ് ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് അല്ലാഹു നമുക്ക് കനിഞ്ഞരുളി തന്നതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഭൂമിയിൽ നാശമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കിയത് കൊണ്ടാണ് ഇവിടെ ഫസാദുണ്ടായത് എന്ന ആയത്തിൽ പറയുമ്പോൾ അത് കേവലം കുന്നിടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ മരം വെട്ടിയത് കൊണ്ടോ എന്ന് ചിന്തയിൽ മാത്രം പരിമിതപ്പെടേണ്ടതില്ല. സഹോദരങ്ങളെ, ഏറ്റവും വലിയ അക്രമം ഈ ഭൂമിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമം എന്താണ്? ഈ സകല സംവിധാനങ്ങളും അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിട്ട് ആ അല്ലാഹു
അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുക എന്ന ഏറ്റവും വലിയ നന്ദികേട് ശിർക്ക്. അതാണ് ഏറ്റവും വലിയ പാപം, അതാണ് ഏറ്റവും വലിയ അക്രമം. ഇന്ന ശിർക ലദുൽമുൻ അളീം. സഹോദരങ്ങളെ, ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ മരിച്ചുപോയ മഹാന്മാർക്ക്, ഈ ജാറങ്ങളിലും മക്ബറകളിലും കിടക്കുന്ന ചില ആളുകൾക്ക് ആ പ്രയാസങ്ങൾ നീക്കാൻ കഴിയുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്ക് തന്റെ ജീവിതത്തിലേക്ക് നന്മകൾ കൊണ്ടുവരാനും തന്റെ ജീവിതത്തെ ബാധിച്ച പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ മരിച്ചു മൺമറഞ്ഞു പോയ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ശിർക്ക്. അതാണ് ഏറ്റവും വലിയ അക്രമം. സഹോദരങ്ങളെ, ഇവിടെ ഏതൊക്കെ രൂപത്തിലാണ് ശിർക്കുകൾ കൊടികുത്തി വാഴുന്നത് എന്ന് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം സിയം വലിയുള്ളാഹിയാണ് എന്ന് പറയുന്ന ചില ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ദുരന്തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച്, നമ്മളെ ചുറ്റും നടക്കുന്ന പാപങ്ങളെ കുറിച്ച്, നന്ദികേടിനെ കുറിച്ചാണ് അത് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങള് മനസ്സിലാക്കി നടപടി കൈക്കൊള്ളാനും ഒരു സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങള്, അന്ത്യനാളിനെ കുറിച്ചുള്ള ചിന്തയാണ് ഒരു വിശ്വാസിയിൽ ജനിപ്പിക്കേണ്ടത്. ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അധികരിക്കുക എന്നത് അവസാന കാലത്തിന്റെ ലക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിന്മയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണോ? സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ ജീവിതത്തെ കുറിച്ച് കൃത്യമായി അല്ലാഹുവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധത്തിൽ നിന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടോ സഹോദരങ്ങളെ? അത് മറന്നുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. എത്രയെത്ര ദുരന്തങ്ങളാണ്, ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളും പ്രയാസങ്ങളും മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊണ്ടത് ആ പ്രവാചകന്മാരെ അല്ലാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, അല്ലാഹുവിനെ കൂടാതെ ആരാധിച്ചു വരുന്ന ദുർമൂർത്തികളിൽ നിന്ന് അകന്നു നിൽക്കാൻ, അതിനാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരുടെ മെസ്സേജുകള്, അവരുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം സഹോദരങ്ങളെ. വിശ്വാസികള്, മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയിട്ടുണ്ട് എന്ന് അവരുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ ജീവിതം കാണുമ്പോൾ സഹോദരങ്ങളെ, നമ്മളിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത്. നമ്മളുടെ മക്കളുടെ വസ്ത്രധാരണം, നമ്മളുടെ വീട്ടിലെ ആ കാര്യങ്ങൾ സഹോദരങ്ങളെ, അല്ലാഹുവും റസൂലും കൽപ്പിച്ചതിൽ നിന്ന് നമ്മുടെ ജീവിത ശൈലികൾ എത്രമാത്രം മാറിപ്പോയിട്ടുണ്ട്. ഇസ്ലാമിനോട് നമുക്കുള്ള സ്നേഹം സഹോദരങ്ങളെ, ഇവിടെ ഇത്തരത്തിലുള്ള ശിക്ഷകൾ വരാതിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നൊരു പ്രവാചകൻ ജീവിച്ചിരിക്കുക എന്നതാണ്. അത് നമുക്ക് കഴിഞ്ഞുപോയി. ഇനി ഇവിടെ ബാക്കിയുള്ളത് നമ്മൾ അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുക എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന് രണ്ട് സംരക്ഷണമാണ് ഭൂമിയിലുള്ള മനുഷ്യർക്കുള്ളത്. ഒന്നാമത്തേത് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു, അത് പ്രവാചകനായിരുന്നു, അത് വഫാത്തായി പോയി. ഇനിയുള്ളത് നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനത്തിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. അത് വെറുതെ പറയുകയല്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്ന സൂറത്തുൽ അൻഫാലിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതായത് സഹോദരങ്ങളെ, ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ ഒന്നടങ്കം എന്ത് ചെയ്യില്ല, ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ നിങ്ങളെ നശിപ്പിക്കൂല. അതേപോലെ തന്നെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തിക്കൊണ്ടിരിക്കെ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊക്കെ ചില ചിന്തകളാണ്. നമ്മളൊരു വിശ്വാസിയിൽ നിന്ന് ഉയരേണ്ട
വരേണ്ട ചിന്തകളാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുക, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. കാരണം ഇതെല്ലാം ഈ പ്രകൃതി മുഴുവനും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കുന്നിന്റെ, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയിട്ട്, ഒരു ഗൂഗിൾ മാപ്പിൽ സഹോദരങ്ങളെ വയനാട് എന്ന് പറയുന്നത് ഒരു ചെറിയ പോയിന്റ് ആണ്. അത് സൂം ചെയ്താൽ അതിലെ വളരെ ചെറിയ നിസ്സാരമായ 1 കിലോമീറ്റർ പോലും ചുറ്റളവില്ലാത്ത ഒരു ചെറിയ സ്ഥലത്തു നിന്നുണ്ടായ ഒരു വെള്ളത്തിന്റെ പ്രഭവം എത്രത്തോളം നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഒരു സഹോദരൻ വെള്ളത്തിൽ പോയിട്ട് 10, 18, 20 ദിവസമായി ഇന്നേക്ക് സഹോദരങ്ങളെ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു കുന്നിന്റെ ചെറിയൊരു ഭാഗത്തുള്ള മണ്ണിടിഞ്ഞത് കൊണ്ട് ഒരു മനുഷ്യൻ അത് മണ്ണിന്റെ അടിയിലാണോ വെള്ളത്തിനടിയിലാണോ എവിടെ പോയി എന്ന് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും മനുഷ്യന് കണ്ടെത്താൻ സാധ്യമല്ല. അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് നോക്കൂ സഹോദരങ്ങളെ, അന്ന് സമുദ്രം ആളിക്കത്തിക്കപ്പെടും, പർവ്വതങ്ങൾ കടയപ്പെട്ട ആട്ടിൻ രോമം പോലെയാകുന്നതാണ്. ഇത്രയും ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ കടയപ്പെട്ട ആട്ടിൻ രോമം പോലെ പറക്കുന്ന അത്രയും അതിഭീകരമായ ആ അന്ത്യനാളിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെ കുറിച്ച്, അതിന്റെ സൃഷ്ടാവിന്റെ കഴിവിനെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ നിർഭയരായിരിക്കുകയാണോ? ആ അല്ലാഹുവിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുന്നതിൽ, പാലിക്കുന്നതിൽ എന്റെ കഴിവിന്റെ പരമാവധി റബ്ബേ ഞാൻ നിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നാളെ വിചാരണയുടെ സമയത്ത് പറയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ഓരോ ദുരന്തങ്ങളും വിശ്വാസിയെ ബോധ്യപ്പെടുത്തേണ്ടത്, വിശ്വാസിയെ ഓർമ്മപ്പെടുത്തേണ്ടത്. ചില ആളുകൾ ചോദിക്കുന്നു, നിങ്ങളുടെ ദൈവം എവിടെയാണെന്ന്. എവിടെ പോയി കാരുണ്യവാനായ നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് ഈ സമയത്തും പരിഹസിക്കുന്ന ചില ആളുകളെ സോഷ്യൽ മീഡിയകളിൽ കാണാം. സഹോദരങ്ങളെ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നില്ലേ? ഇതൊക്കെ അവർ പറയുന്ന സയൻസിന്റെ പ്രതിഭാസങ്ങൾ തന്നെയല്ലേ? ദൈവമില്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ലേ എന്നാണ് അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അല്ലാഹുവിന്റെ അറിവോടും സമ്മതത്തോടും തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചില പരീക്ഷണങ്ങളാണ്. ഇതിലൊക്കെ അല്ലാഹുവിന് ചില യുക്തിയുണ്ട്. ആ യുക്തി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ വഹിയിൽ നിന്ന്, അല്ലാഹു പ്രവാചകന്മാരിലൂടെ അവതരിച്ച വഹിയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കുന്നവർക്കാണ് അതിന്റെ യുക്തി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇതൊക്കെ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾക്കും അവരുടെ അതിൽ മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു ഉന്നതമായ ദറജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അതിനുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രയാസത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു തുറവി അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ ഉണ്ടായ ആളുകൾക്ക് ഒരു കൈത്താങ്ങ് എന്ന നിലക്ക് ഈ ജുമുഅക്ക് ശേഷമുള്ള ഈ വെള്ളിയാഴ്ചത്തെ പിരിവ് വയനാടിന് വേണ്ടിയുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ സഹോദരങ്ങളെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നതും അതനുസരിച്ച് ജീവിതത്തെ ശരിപ്പെടുത്തിക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നത് അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക, അവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം സഹായിക്കണം, കുറ്റകൃത്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം സഹായിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവന്റെ വിഷമം എന്നത് നമ്മുടെ വിഷമമാണ്. അവൻ പ്രയാസപ്പെടുക എന്നത് നമ്മൾ പ്രയാസപ്പെടുന്നത് പോലെയാണ്. നമുക്ക് ഭക്ഷണമില്ല, അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ അത് നമുക്ക് ഭക്ഷണമില്ല എന്നതുപോലെയാണ്. അവർക്ക് പാർപ്പിടമില്ല എന്നത് നമുക്ക് പാർപ്പിടമില്ല എന്നതുപോലെയാണ്. ഇപ്പോൾ സഹായിക്കാനൊക്കെ കുറെ ആളുകൾ ഉണ്ടാവും. എല്ലാ മീഡിയക്കാരും ചാനലുകാരും പൈസക്കാരും എല്ലാവരും എല്ലാവരും ഫിലിമിന്റെ ആൾക്കാരും ഒക്കെ ഇപ്പോൾ അവിടെയുള്ള സമയമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പോയി പ്രയാസപ്പെടുന്നവർ മാത്രം ബാക്കിയാകുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അവിടെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപക്ഷെ പുണ്യകരമായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകുക. കഴിവിൻ്റെ പരമാവധി അത്തരത്തിലുള്ള പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെയും പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെ സഹായിക്കാൻ നമ്മൾ പ്രത്യേകം താല്പര്യം കാണിക്കുക. അല്ലാഹു നല്ല വലിയ പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. أقم الصلاة.